എല്ലാവർക്കും പ്രിയങ്കരനായ ഹോട്ടൽ അവറാച്ചായ ഇന്നലെ ഇടിമിന്നലേറ്റ് മരിച്ച വിവരം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമ്മളൊക്കെ പങ്കുചേരുന്നു. അത് അവരുടെ കുടുംബത്തിന്റെ വേദന നമുക്കറിയാം. അതോടൊപ്പം പങ്കുചേരുന്നതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, മരണം എന്നത് മനുഷ്യർക്ക് തടയാൻ പറ്റുന്ന ഒന്നല്ല. നമ്മളെല്ലാവരും പ്രത്യാശയുള്ളവരായിരിക്കണം. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നാം ആയിരിക്കരുത്. നാം നിലവിളിച്ച് കരയേണ്ട കാര്യമില്ല. നമുക്കപ്പുറത്തൊരു നിത്യജീവിതമുണ്ട്. നിത്യജീവിതം നമുക്ക് വേണ്ടി ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ട്. നാം ഇപ്പോൾ അനുശോചന സന്ദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 500 പാസ്റ്റർമാർക്ക് ഓൾറെഡി അനുശോചനം പറഞ്ഞു കഴിഞ്ഞു. 501-ാമതായിട്ട് ഞാൻ പ്രിയ പാസ്റ്റർ പാപ്പിക്കുട്ടിയെ അനുശോചനം അറിയിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അധികം സമയമെടുക്കരുത്. 1 മിനിറ്റിൽ വളരെ ചെറിയ രീതിയിൽ അനുശോചനം ആദ്യം ഡോക്ടർ അറിഞ്ഞിട്ടില്ലെങ്കിലും കടന്നു വന്ന പാസ്റ്ററായ പാപ്പിക്കുട്ടി ഒരു 2 വാക്ക് അനുശോചനം അറിയിക്കും. ദുഃഖസാന്ദ്രമായ ഈ സന്ദർഭത്തിൽ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. വാക്കുകൾ വ്യർത്ഥമാണ്. മരണം മിഥ്യയല്ല, സത്യമാണ് എന്ന് ലില്ലുക്കുട്ടി വിശ്വസിക്കണം. ലില്ലുക്കുട്ടി കരയരുത്. പ്രിയ അവറാച്ചാനെ നമുക്ക് വീണ്ടും കാണാമെന്നൊരു പ്രത്യാശ നമ്മളെല്ലാവരും ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവറാച്ചാനെ വീണ്ടും കാണാം എന്നുള്ളൊരു പ്രത്യാശയും ലില്ലുക്കുട്ടി മക്കളുമായിരിക്കുക. നമ്മൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ സന്തോഷത്തോടെ അച്ഛനെ യാത്രയിപ്പാൻ ഞാൻ പ്രകാരം ചെയ്യുന്ന സഭയുടെ എല്ലാ പ്രത്യാശയും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുന്നു. ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് പ്രിയ അവറാച്ചായൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുപോയി. കാണുന്നവർക്കെല്ലാം കണ്ടിട്ട് ആ സൈഡിലൂടെ കടന്നു കൂടി കാണാൻ ആഗ്രഹിക്കുന്നവർ സൈഡ് ആ വരിവരിയെ കടന്ന് 4 ദിക്കും തിരക്കുണ്ടാകരുത്. എല്ലാവർക്കും പ്രിയങ്കരനാണെങ്കിലും ആരും ദിക്ക് തിരക്കുണ്ടാക്കാതെ ഓരോരുത്തരായി വരിവരിയായി വന്ന് ബോഡി കണ്ടിട്ട് നിങ്ങൾക്ക് ആ സൈഡിൽ കൂടെ പോകേണ്ടതാണ്. സഹോദരിയുടെ വേദന നമുക്കറിയാം. അധികം നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. മരണം നമുക്കെല്ലാ മനുഷ്യർക്കും ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിനപ്പുറം ഒരു പ്രത്യാശയുണ്ട്. മരണത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്. ദൈവം നിത്യജീവിതം നമുക്ക് വേണ്ടി പ്രദാനം ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിച്ച് കരയേണ്ട സാഹചര്യമില്ല. പാപ്പുചാരൻ പോയിരിക്കുന്ന സ്വർഗത്തിലേക്കാണ്. നമുക്ക് അവിടെ ചെല്ലാമെന്നുള്ള വലിയൊരു പ്രതീക്ഷയുണ്ട്. നാം ഒരിക്കലും മരണത്തെ പേടിക്കുകയോ മരണമോർത്ത് കരയുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇനി
വിശുദ്ധ കുടുംബാംഗങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വിശുദ്ധ ചുംബനത്തിനുള്ള സമയമാണ്. ബോഡി ഇപ്പം എടുക്കാൻ പോവുകയാണ്. കുടുംബത്തിൽ വേണ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവർക്കെല്ലാം കടന്നു വരുവാനും വിശുദ്ധ ചുംബനം അർപ്പിക്കാനുമുള്ള സമയമാണ്. ആരാ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലോ? ഇവരുടെ വേണ്ടപ്പെട്ട ആരോഗ്യമാണോ? ഞാൻ ജീവനുള്ള ക്രിസ്തുവാകും. നിനക്ക് ഈ ആരാധനാലയത്തിൽ നിനക്കെന്താ കാര്യം? നിങ്ങൾ എന്നെ ഈ ആലയത്തിൽ നിന്ന് പണ്ട് പുറത്താക്കിയതാണ്. ഞാൻ ഇവിടുത്തെ ഒരു പ്രാർത്ഥന കേട്ട് ഞാൻ കടന്നു വന്നതാണ്. ഓക്കെ, അപ്പോൾ നീ കർത്താവാണെന്നുള്ളതിന് എന്താണ് ഒരു തെളിവ്? നിന്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് വീഴ്ചകൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നത് ഞാൻ നിങ്ങളുടെ ദൈവമായി പറയാം. കർത്താവ് തന്നെ, കർത്താവ് തന്നെ, ഒരു സംശയമില്ല പ്രിയ വിശ്വാസികളെ, ഇത് കർത്താവ് തന്നെയാണ് നമ്മുടെ ഈ സമയത്ത് കടന്നു വന്നിരിക്കുന്നത്. പ്രിയ മകളെ ലില്ലിക്കുട്ടി, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന പോലെ നിന്റെ ഭർത്താവിനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. മകനെ ഉയർത്തെഴുന്നേറ്റ് വരിക. ജീവനുള്ളവനെ പുറത്തു പോകുക. നിന്റെ പ്രാർത്ഥന പോലെ നിന്റെ ഭർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ നീ പറഞ്ഞായിരുന്നു നിന്നെ കൊണ്ടുപോകണമെന്ന്. നിന്നെ കൊണ്ടുപോകുക. സഹോദരി അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. എനിക്ക് എന്റെ ഭർത്താവിനെ കൊണ്ടുപോകണമെന്ന് വളരെ ആഗ്രഹത്തോടെ ആത്മാർത്ഥതയോടെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ല എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം കേട്ടതാണ്. ഇരിക്കുന്ന ദേവദാസൻ വരെ സാക്ഷിയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. പല കാര്യങ്ങളും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. ബദൽ ചർച്ചിൽ ഒത്തിരി ആനിവേഴ്സറി കാര്യങ്ങൾ നടക്കുക. എനിക്ക് എന്താണ് പോകാൻ പറ്റുന്നത്? 2-3 പിള്ളേരുണ്ട്. അതിനെ കൊണ്ടുപോകും. ഈ ഭൂമിക്ക് ഭാരമായി എന്നും തന്നെ വേണം. ഇവിടെ ഒരു പ്രയോജനം ഇല്ലാത്തതാണ്. ഒരു സമയത്ത് 5 ദശാംശം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ. ആയിരം എനിക്ക് ജോലിയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാണ്ട്, മക്കളുടെ കല്യാണം നടത്താണ്ട്, അത് നടത്തി തൽക്കാലം ഇവർ രണ്ടുപേരെ കൊണ്ടുപോകും. ഒരു ഗുണമില്ലാത്തവരാ. തമ്മിൽ തന്നെ പറയണി കൊണ്ട് വന്നത്. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവവിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്നത് ദൈവം നമുക്കായി ഒരുക്കിയ നിത്യമായി സ്വന്തമാണ്. കർത്താവിന്റെ വരവില്ലെങ്കിൽ മരണത്തിൽ കൂടി മാത്രമേ നമുക്കത് ലഭ്യമാകൂ. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, മരണത്തിലൂടെ ആ നിത്യ തുറമുഖത്തിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയുമെങ്കിൽ മരണം ഒരു വിടുതലാണ്, മരണം ഒരു പ്രത്യാശയാണ്. അതിലുപരി നിത്യരാജ്യത്തിലേക്കുള്ള ഒരു പ്രവേശനം കൂടിയാണ്. ഏതു സമയത്തും മരണം നമ്മെ പിടികൂടാം. അതല്ല, കർത്താവിന്റെ രണ്ടാം വരവ് സംഭവിക്കാം. ഇതിലേത് ആദ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും പ്രത്യാശയോടെ സന്തോഷത്തോടെ അതിലേക്ക് പ്രവേശിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.